അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ്. പലർക്കും സംശയമുണ്ടാകും, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? എന്തായിരിക്കും അവളുടെ മനസ്സ്? അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആ സഹോദരിമാർക്കും ഉണ്ടാകും ഒരു ഡൗട്ട്, എന്താണ് എൻ്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണം, എൻ്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെയൊക്കെ സ്നേഹം കാണിക്കണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ സംശയിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാവും. പുരുഷന്മാർക്കും ഉണ്ടാവും സംശയം, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ സ്നേഹമുള്ള ഭാര്യയുടെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ എന്തൊക്കെ എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, എല്ലാ കാര്യത്തിലും ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നവളായിരിക്കും. എല്ലാ കാര്യത്തിലും ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നവളായിരിക്കും. ഉദാഹരണമായിട്ട്, ഭർത്താവിന് ചെറിയ വിഷമം എന്തെങ്കിലും വരുമ്പോൾ, ഭർത്താവിന് ചെറിയ പ്രയാസങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നവളായിരിക്കും സ്നേഹമുള്ള ഭാര്യ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയാണ്. എല്ലാ കാര്യത്തിനും അധികം ആളുകളും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന് എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാൽ മതി, അപ്പോഴേക്ക് ഭാര്യയ്ക്കും വിഷമം വരും. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നോക്കും. ഭർത്താവിനും തന്നെ ആ ഒരു ഭാര്യയുടെ ആ ഒരു ലാളന കിട്ടുമ്പോൾ മനസ്സ് നിറയും, സന്തോഷമുള്ള മനസ്സായിത്തീരും. ഇനി മറ്റൊരു അടയാളം എന്ന് പറയുന്നത്, ഭർത്താവിനെ കാണുമ്പോഴൊക്കെ മുഖത്ത് നല്ല പ്രകാശമായിരിക്കും. ഭർത്താവിനെ കാണുമ്പോഴൊക്കെ ഭർത്താവിനെ എപ്പോഴും നല്ല മുഖപ്രസന്നതയോടെ സമീപിക്കുന്നവളായിരിക്കും. അത് നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയുടെ അടയാളം തന്നെയാണ്. ഭർത്താവിനെ കാണുമ്പോഴൊക്കെ മുഖത്ത് ഒരു പ്രകാശമായിരിക്കും, മനസ്സ് നിറയെ സന്തോഷമാണ് ഭർത്താവിനെ കാണുമ്പോൾ എന്നതിനുള്ള ഒരു അടയാളമാണ് ഈ മുഖപ്രസന്നത. ഭർത്താവിനെ കാണുമ്പോഴുള്ള ഈ മുഖപ്രസന്നത എന്ന് പറയുന്നത്. ഇനി അടുത്ത അടയാളമാണ്, ഭർത്താവിനെ ഇബാദത്തിൻ്റെ കാര്യത്തിന് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവളായിരിക്കും. ഭർത്താവിനെ ഇബാദത്തിൻ്റെ കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കും. ഇനി ചെറുതായിട്ട് നിസ്കരിക്കാനൊക്കെ മടിയുള്ള ഭർത്താവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ഭർത്താവിനെ കൊണ്ട് നിസ്കരിപ്പിക്കും, ഭർത്താവിനെ കൊണ്ട് ഇബാദത്തുകളൊക്കെ ചെയ്യിപ്പിക്കും, ഖുർആനൊക്കെ ഓതിപ്പിക്കും. ഭാര്യ നിസ്കരിക്കാൻ പോകുമ്പോൾ ഭർത്താവിനെയും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിനെയും നിസ്കരിക്കാൻ നിർബന്ധിപ്പിക്കും. ഇതൊക്കെ സ്നേഹമുള്ള ഭാര്യയുടെ ഒരു അടയാളമാണ്. ഇനി സ്നേഹമുള്ള ഭാര്യയുടെ മറ്റൊരു അടയാളമാണ്, ഭർത്താവിനോട് സ്നേഹത്തോടെ കളി, ചിരി, തമാശകളിലൂടെയൊക്കെ തന്നെ ഭാര്യയെ ആകർഷിപ്പിക്കും. ഭർത്താവിനോട് നല്ല സ്നേഹത്തോടെ ഭർത്താവിൻ്റെ മുമ്പിൽ നല്ല കളിയും ചിരിയും തമാശയുമൊക്കെ ആയിട്ട് ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നവൾ, ഇത് ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയുടെ ലക്ഷണം തന്നെയാണ്. ഇനി മറ്റൊരു അടയാളമാണ്, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നവൾ. ഭർത്താവിനോട് നല്ല സ്നേഹമുള്ള ഭാര്യയാണ്. ഇനി മറ്റൊരു അടയാളമാണ്, എപ്പോഴും ഭർത്താവിൻ്റെ സാമീപ്യം കൊതിക്കുന്നവളായിരിക്കും. എപ്പോഴും എല്ലാ കാര്യത്തിനും ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്കൊക്കെ ദേഷ്യം പിടിക്കും, ഇതെന്തിനാ അതൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും ഭാര്യയോട്. അത് നിനക്കത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും ഭർത്താവിൻ്റെ സാമീപ്യം കൊതിക്കുന്നവളാണ് നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യ. ഇനി മറ്റൊരു അടയാളമാണ്, ഭർത്താവിൻ്റെ പോരായ്മകൾ എടുത്ത് പറയാത്തവളായിരിക്കും. ചില ഭാര്യമാരൊക്കെ ഉണ്ട്, ഭർത്താവിൻ്റെ പോരായ്മകൾ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പാടില്ല. ഭർത്താവിൻ്റെ പോരായ്മകൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ, അതൊരു യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യയല്ല. നല്ല സ്നേഹമുള്ള ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്താത്ത ഭാര്യമാരാണ്. ഇനി മറ്റൊരു അടയാളമാണ്, ഭർത്താവിൻ്റെ ബന്ധുക്കളെ ബഹുമാനിക്കുന്നവളായിരിക്കും. ഭർത്താവിൻ്റെ ബന്ധുക്കളെ ബഹുമാനിക്കാത്തവർ, അത് ഭർത്താവിനോട് സ്നേഹമില്ല എന്നതാണ് അതിന് അടയാളം. ഭർത്താവിനോട് നല്ല സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളെ, ഭർത്താവിൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ ബഹുമാനിക്കുന്നവൾ കൂടിയായിരിക്കും. അത് തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ. ഭാര്യയുടെ ബന്ധുക്കളെ ഭർത്താവും ബഹുമാനിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു അടയാളമാണ്, ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൾ. ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൾ. ഈ ഒരു വിഷയം പറയുമ്പോൾ പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, പുരുഷന്മാരുടെ ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഭാര്യ ശാരീരിക ബന്ധത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ അത് ഭാര്യയുടെ തൃപ്തി കൂടി പുരുഷന്മാർ നോക്കണം എന്നുള്ളത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിക്കൊണ്ട് എങ്ങനെയൊക്കെ രണ്ടുപേരും ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സ്നേഹമുള്ള ഭാര്യയുടെ ഒരു അടയാളമാണ് ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഭർത്താവിൻ്റെ സൗകര്യത്തിനനുസരിച്ച്, ഭർത്താവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇനി മറ്റൊരു അടയാളമാണ് ഭർത്താവ് പറയുന്ന ഏത് കാര്യത്തിലും അനുസരിക്കുന്ന ഭാര്യ. ഭർത്താവ് പറയുന്ന ഏത് കാര്യവും അനുസരിക്കുന്ന ഭാര്യ നല്ല സ്നേഹമുള്ള ഭാര്യയാണ്. ഭർത്താവ് പറയുന്ന എല്ലാ കാര്യവും എന്ന് പറയുമ്പോൾ ദീനിന് എതിരല്ലാത്ത ഏത് കാര്യം പറയുകയാണെങ്കിലും അത് അനുസരിക്കുന്ന ഭാര്യ, ഇത് നല്ല സ്നേഹമുള്ള ഭാര്യയുടെ ഒരു അടയാളമാണ്. അപ്പോൾ ഇത്രയുമാണ് സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ എന്തൊക്കെ എന്നത് മനസ്സിലാക്കിയപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, പലർക്കും ഒരു ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാകും. സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്നത്. സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്നത് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. അടുത്ത ദിവസം സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.